സുഹൃത്തുക്കളെ, എൻ്റെ നേരുകളിലേക്ക് മധു നായർ ഏവരെയും വീണ്ടും ക്ഷണിക്കുകയാണ്. പല വിഷയങ്ങളാണ് മനസ്സിലുള്ളത്. ഒന്നിൽ മാത്രം ഒതുങ്ങി ഒരു ശീർവാണം പ്രസംഗം നടത്താനായിട്ടുള്ള മാനസികാവസ്ഥയിലില്ല. ആദ്യം മനസ്സിനെ മതിക്കുന്നത് തൃശ്ശൂർ പൂരവുമായിട്ട് വെടിക്കെട്ട് അപായവും 10-20 പേരുടെ ആൾമോസ്റ്റ് ജീവൻ നഷ്ടപ്പെട്ട ദാരുണ സംഭവം. ഇത് കാലാകാലങ്ങളായിട്ട് കേരളത്തിലെ അമ്പലപ്പുറങ്ങളിലും ഒക്കെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ എങ്ങനെ ഒരു സേഫ്റ്റി ലെവലിലേക്ക് കൊണ്ടുവരാനൊക്കുമെന്നുള്ളതിനെ കുറിച്ചൊരു എന്താ പറയുക, സർക്കാർ തലത്തിലോ സാമൂഹിക തലത്തിലോ ഉള്ള ഒരു സംവിധാനവും ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മുടെ നാട്ടിൻ്റെ ഒരു വലിയ ശാപമാണ് ഈ റെഗുലേറ്ററി മെക്കാനിസംസ് ഒരിക്കലും കാര്യക്ഷമമായ രീതിയിൽ ഉരുത്തിരിഞ്ഞു വരാത്തത്. വെടിക്കെട്ടിൻ്റെ ആകർഷണം ഒരു ആഘോഷ എന്താ പറയുക ഉത്സവ രംഗങ്ങളിലൊക്കെ എല്ലായിടത്തും ആക്ച്വലി ഇതിവിടെ മാത്രമല്ല. എനിക്കറിയാം ജൂലൈ 4 എന്ന് പറയുന്ന അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ വാഷിങ്ടണിൽ ഒരു വലിയ പരിപാടിയാണ് ഈ ഫയർ വർക്സ്. അതുപോലെ തന്നെ ചൈനയിലെ ഒളിമ്പിക്സ് നടന്നപ്പോൾ ഒരു വലിയ മേജർ അട്രാക്ഷൻ ആയിരുന്നു അവരുടെ ഫയർ വർക്സ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പ്രാകൃതമായിട്ട് ഉള്ള ഇതിൻ്റെ നിർമ്മാണ രീതികൾ, അതിനകത്ത് സേഫ്റ്റി മെഷേഴ്സിന് ഏതൊരു വിധത്തിലുള്ള വിലയും കൊടുക്കാതെ ഇങ്ങനെ ജീവൻ നഷ്ടപ്പെടുത്തി. ഇത് തീർച്ചയായിട്ടും അതിനൊരു അറുതി വന്നേ തീരുള്ളൂ. അതോടൊപ്പം തന്നെ ഫയർ വർക്സ് ഒരിക്കലും ഉണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എൻ്റെ ചെറുപ്പകാലത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അമ്പലപ്പുറത്തൊക്കെ ചെന്ന് ഉത്സവങ്ങളായിരുന്നിട്ട് കിടന്നു ഉറങ്ങും. കമ്പം എന്നാണ് അന്ന് അവിടെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ കമ്പത്തിന് സമയമാകുമ്പോൾ ചാടി എണീക്കുക, ആകാശത്ത് കാണുന്ന ഈ വിസ്മയരംഗങ്ങൾ കണ്ട് ആഹ്ലാദിക്കുക. അപ്പോൾ ആ പ്രതീതി ഇന്നും പലരുടെയും മനസ്സിലുണ്ട്. അപ്പോൾ അതിനൊക്കെ ഞാൻ പറഞ്ഞ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടെക്നോളജി വലുതായിട്ട് വികസിച്ചിരിക്കുക. ചൈനയിൽ ഒളിമ്പിക്സിന് നടന്നിരുന്ന മനോഹരമായ ഈ ഫയർ വർക്സിൽ കാര്യമായിട്ട് ലേസർ ഉപയോഗിച്ചിട്ട് ഈ അമിട്ടുണ്ടാക്കി കരിമരുന്നതിനകത്ത് അടിച്ചു കയറ്റി കത്തിച്ചിട്ട് ഓടുന്ന ആ രീതിയൊന്നും അല്ല. അതിനപ്പുറമായിട്ടുള്ള ഹൈടെക് ചിന്ത ഇതിനകത്ത് വന്ന് നമുക്ക് ഒരു പൂരം ഫുള്ളി ലേസർ ബന്ധിതമായിട്ട് ഒരു പൂരം കാണാൻ സാധിക്കട്ടെ എന്ന് ഇക്കാര്യത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി പറയാനുള്ളത് ഇപ്പം ഇലക്ഷൻ റിസൾട്ട് ഇത് ദയനീയമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു മാസം കാത്തിരിക്കുക റിസൾട്ട് വരാനായി. അതിനിടയ്ക്ക് വെച്ചിട്ട് വോട്ട് പെട്ടികളുടെ പൂട്ടി വെച്ചിരുന്നിടത്ത് പൂട്ട് തുറന്നു പറഞ്ഞിട്ട് സേഫ്റ്റി മെഷേഴ്സ് ഒരു ഇഷ്യൂ. അത് പോയിട്ട് ഇലക്ട്രോണിക്സ് ഇത് തന്നെ അതിൻ്റെ മെയിൻ്റനൻസ് എന്തെല്ലാം തകരാറുണ്ടാവും. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. എനിവേ ഫലം വന്നു കഴിഞ്ഞാൽ മന്ത്രിസഭ ഉണ്ടാവും. തൂക്ക് അസംബ്ലി ആയിരിക്കില്ല എന്നുള്ളത് വളരെ വളരെ തീർച്ചയാണ്. ഒരു വിഭാഗം അങ്ങനെയും ആർഗ്യ ചെയ്യുന്നുണ്ട്. ഒരു മൂന്നാം കക്ഷിക്ക് ഒരു 10-15 സീറ്റ് കിട്ടുകയാണെങ്കിൽ ഇവിടെ തൂക്ക് അസംബ്ലി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഇപ്പം ഈ ഇതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ UDF മന്ത്രിസഭ ഉണ്ടാക്കാനാണ് സാധ്യത. എൻ്റെ മനസ്സിലുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിസഭ ഉണ്ടാകുമ്പോൾ ഈ മന്ത്രിപ്പണി എന്ന് പറയുന്നത് ജാതിയും മറ്റതുമൊക്കെ ബന്ധപ്പെടുത്തി മതമൊക്കെ ബന്ധപ്പെടുത്തി വീതിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് വളരെ ബാലിശമാണ്. ഇത് മിക്ക ഡെമോക്രസി അപ്പോൾ അമേരിക്കയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മന്ത്രിസഭ എന്ന് പറഞ്ഞ സെക്രട്ടറീസ് പ്രസിഡന്റാണ് അൾട്ടിമേറ്റ്. പ്രസിഡന്റ് നിയമിക്കുന്നു. അവരാരും തന്നെ സെനറ്ററോ കോൺഗ്രസ്മാനോ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് ഏറ്റവും പ്രഗത്ഭരായ ഒരു ഫീൽഡിൽ ആളുകളെ തിരഞ്ഞെടുത്ത് മന്ത്രിമാരാക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ട്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ MLA മാത്രമേ മന്ത്രിയാവുള്ളൂ. അത് പലയിടത്തും അപ്പർ ഹൗസ് ഐ തിങ്ക് കർണാടകയിൽ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ
നോമിനേറ്റ് ചെയ്തപ്പോൾ ഇന്ത്യയിൽ രാജ്യസഭയിൽ മൻമോഹൻ സിംഗും ഇന്ദിരാഗാന്ധിയും ഒക്കെ അങ്ങനെ നോമിനേറ്റ് ചെയ്തല്ലേ വന്നുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഇല്ല. അപ്പം ശ്രദ്ധിക്കേണ്ടത് ഈ മന്ത്രി പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കാര്യമായിട്ടുള്ളൊരു കഴിവാണ്. ഇപ്പോൾ ഇത്തവണത്തെ ഇരിക്കുന്ന മന്ത്രിസഭയിൽ തന്നെ പലരും വിശദമായി വിമർശിക്കുന്ന ഒന്ന് രണ്ട് മന്ത്രിമാരാണ് ഏറ്റവും കാര്യക്ഷമമായിട്ട് മന്ത്രിപ്പണി ചെയ്തിട്ടുള്ളത് മന്ത്രി ഗണേഷ്, പിന്നെ ഒന്ന് മന്ത്രി ശിവൻകുട്ടി. പക്ഷെ അവർക്ക് കിട്ടുന്ന പ്രസ് കവറേജ് ആണെങ്കിൽ എത്രയോ നെഗറ്റീവാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ സംസ്ഥാനത്ത് എന്തെങ്കിലും കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ മന്ത്രിയാകുന്ന ആള് തികച്ചും ആ ഫീൽഡിൽ പ്രഗത്ഭനായിരിക്കണം. അതിനുള്ള സാധ്യത ഇപ്പം ഈ മുന്നണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീറ്റുള്ള പാർട്ടിക്കാരൊക്കെ ഉടനെ മന്ത്രിസ്ഥാനം കൊടുക്കണം. ഇതൊക്കെ നിർത്തിക്കൂടെ? ഒരു 5-10 MLA-മാരില്ലാത്ത കക്ഷിക്കൊന്നും മന്ത്രിസ്ഥാനം കൊടുക്കാതിരിക്കുക. അപ്പോൾ ഈ തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു വ്യതിയാനം ഉണ്ടാകട്ടെ. മന്ത്രിമാരാകുന്നവർ പ്രഗത്ഭരാകട്ടെ. ബേസിക്കലി നമ്മളെ പൂച്ചപ്പറ്റി കിടക്കുന്ന ഖജനാവ് ഒന്ന് നിറഞ്ഞു കാണട്ടെ, അതിനുള്ള പോംവഴികൾ ഉണ്ടാകട്ടെ എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ എൻ്റെ ജൽപ്പനങ്ങൾ അവസാനിക്കും. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.